കാഞ്ഞങ്ങാട് നഗരസഭ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. തീരദേശ മേഖലയിലെ 15 വിദ്യാർത്ഥികളാണ് മേശയും കസേരയും ഏറ്റുവാങ്ങിയത്. ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഫർണിച്ചറുകൾ കൈമാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചറുകൾ നൽകിയത്. വിദ്യാർത്ഥികൾക്ക് ഉന്നത മേഖലയിലേക്ക് എത്തുന്നതിനാവശ്യമായ പഠന പ്രവർത്തനങ്ങൾക്കുള്ള സഹായമെന്ന നിലയിലാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. തീരദേശ മേഖലയിലെ 15 വിദ്യാർത്ഥികൾ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി. പുതിയകോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ ഫർണിച്ചർ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അർഹരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ കണ്ടെത്തുകയും അവരെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് വായിക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ സൗകര്യം ലഭ്യമാകുന്ന രൂപത്തിലേക്ക് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ അവരെ സ്കൂൾ പഠിക്കുമ്പോൾ മാത്രമല്ല അവർ കോളേജുകളിൽ എത്തിയാലും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സ്വന്തമായി ഒരു മേശയും കസേരയും കൊടുക്കുക. അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത്. അതുപോലെ ഡിഗ്രിക്ക് എത്തുമ്പോഴത്തേക്കും, ബിരുദ ബിരുദാനന്തര മേഖലകളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്ന് സാങ്കേതിക വിദ്യ വികസിച്ചതുകൊണ്ട് തന്നെ ഓൺലൈനാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടുന്നതൊക്കെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലാപ്ടോപ്പ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സരസ്വതി, കെ പ്രഭാവതി, കൗൺസിലർമാരായ ടി ബാലകൃഷ്ണൻ, എൻ മോഹനൻ, സി എച്ച് സുബൈദ, കെ കെ ബാബു എന്നിവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത സ്വാഗതവും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ എസ് ടെസി നന്ദിയും പറഞ്ഞു. നേരത്തെ ഉപരിപഠനം നടത്തുന്ന തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പഠന സഹായികളും നഗരസഭ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.